കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ ഈ ദേശീയ ഐക്യം തകർക്കാൻ, ദേശീയ ഐക്യം ഈ രാജ്യത്തില്ല എന്ന് വരുത്തി തീർക്കാൻ കോൺഗ്രസ് നടത്തിയ ചില ശ്രമങ്ങളിലേക്ക് കൂടി, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ശ്രമങ്ങളിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. ശ്രീ പി ആർ ശിവശങ്കർ, അങ്ങേക്ക് ഇക്കാര്യത്തിൽ സേ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് മൂന്ന് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞത് ഒന്ന് റെജി പറഞ്ഞ കാര്യത്തിൽ ഒന്ന് ടെക്നിക്കൽ കണക്കിലെ തെറ്റും, രണ്ടൊരു വിചിത്രമായ വാദവും. ഒന്ന് നോക്കൂ, അദ്ദേഹം പറഞ്ഞത് 1980 സ്ഥാപിച്ച BJP സ്വാതന്ത്ര്യ സമരത്തിൽ എന്ത് ചെയ്തു എന്നാണ് ചോദിച്ചത്. ഒന്നും ചെയ്യാൻ പറ്റില്ല അതിന്. 1951 സ്ഥാപിച്ച ജനസംഘത്തിലും 47 സ്വാതന്ത്ര്യത്തിന് മുമ്പ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിനു മുമ്പ് സ്ഥാപിച്ച RSSന്റെ നേതാവ് ഡോക്ടർ ഹെഡ്ഗേവാറിനെ അറസ്റ്റ് ചെയ്തപ്പോൾ സ്വീകരിക്കുവാൻ നെഹ്റുവിന്റെ അച്ഛനും വന്നിരുന്നു എന്നുള്ള ചരിത്രം അദ്ദേഹം മറന്നുപോകും. അദ്ദേഹം ചോദിച്ചത് 2009 മാത്രം, 17 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 16 വർഷങ്ങൾക്ക് മുൻപ് മാത്രമാണ് ശശി തരൂർ ജോയിൻ ചെയ്ത് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നേതാവ് 2004 ജോയിൻ ചെയ്തത് കോൺഗ്രസിൽ. നേരെ അമേത്തി പോയി MP ആവുകയായിരുന്നു, പിന്നെ വലിയ നേതാവ് ആവുകയായിരുന്നു എന്നുള്ള കാര്യവും. ഒരു 4-5 വർഷത്തെ വ്യത്യാസത്തിന് വലിയ നേതാവാകാൻ പറ്റും, എവിടെ എത്താൻ പറ്റും. അത് നെഹ്റുവിന്റെ കുടുംബമാകണം, ഗാന്ധി എന്നുള്ള പേര് മോഷ്ടിച്ചെടുത്തുകൊണ്ട് തലയിൽ ചുമന്നുകൊണ്ട് നടക്കുകയും വേണം. ചേറ്റൂർ ശങ്കർ സാർ തൊട്ട് എല്ലാവരെയും ഇതേപോലെ ഒതുക്കിയ ചരിത്രമാണ് കോൺഗ്രസിനുള്ളത്. കഴിവുള്ളവരെ, അതല്ലെങ്കിൽ ആത്മാർത്ഥതയുള്ളവരെ, രാഷ്ട്രീയത്തിൽ തന്റെ എല്ലാം നിസ്വാർത്ഥമായി വെടിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നവരെ കോൺഗ്രസ് ഏത് കാലഘട്ടത്തിലും തകർത്തിരുന്നു. അത് നെഹ്റുവിന്റെ കാലം മുതൽ അത് നെഹ്റുവിന്റെ പേഴ്സണൽ സ്വത്തായി മാറി എന്നുള്ളതിന്റെ മറ്റൊരു സാക്ഷ്യമാണ് അദ്ദേഹം ഇപ്പൊ മുന്നോട്ട് വെച്ചത്. ഞാൻ അതിന്റെ കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ സുപ്രിയ സുലെ ആയാലും അതേപോലെ തന്നെ നേരത്തെ അഡ്വക്കേറ്റ് രാംകുമാർ സാർ പറഞ്ഞതുപോലെ കനിമൊഴി ആയാലും അവർ BJP രാഷ്ട്രീയമല്ല, അവർക്ക് DMK രാഷ്ട്രീയം, BJP ആയിട്ട് വളരെ ശക്തമായി എതിർക്കുന്ന DMKയുടെയും NCPയുടെയും രാഷ്ട്രീയ നേതാക്കളാണ് അവർ. ഈ കാലഘട്ടത്തിൽ തന്നെ ഇതിനെ എതിർത്തുമുണ്ട്. ഞാൻ ഇതും കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത് കോൺഗ്രസിന്റെ DNA-യിലുള്ളതാണ്. ഈ രാജ്യവിരുദ്ധ പ്രവർത്തനം കോൺഗ്രസിന്റെ DNA-യിലുള്ളതാണ്. ഞാൻ ഒരു 3 മിനിറ്റ് കൊണ്ട് ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇത് ഇന്നലെ മാത്രമുള്ളതല്ല. ഇത് ഇന്ന് ഇപ്പോ ഗൊഗോയിയെയോ അതല്ലെങ്കിൽ നസീർ ഹുസൈനെയോ ചെയ്ത കാലഘട്ടത്തിൽ മാത്രമല്ല, ഇത് കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ്, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 2011 ഒരു അറ്റാക്ക് ഉണ്ടാക്കിയപ്പോൾ അവിടെ പറഞ്ഞത് എന്താ? നിരന്തരമായി അവർ സുശീഷിന്റെ പറഞ്ഞത് അത് ഹിന്ദു ടെറർ അറ്റാക്ക് എന്നല്ലേ 2011 സഞ്ജോത അറ്റാക്കിനെ കുറിച്ച് പറഞ്ഞത്, മൽഗോൺ സ്ഫോടനത്തെ കുറിച്ച് പറഞ്ഞത്. ഹിന്ദു നാഷണലിസ്റ്റ് ഫോഴ്സ്, RSS BJP പ്രൊമോട്ടഡ് ഹിന്ദു നാഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് രാജ്യത്തെ തകർക്കുവാനും ഇന്ത്യയെ ഒരു ഹിന്ദു മുസ്ലിം സംഘടനത്തിലേക്ക് എത്തിക്കുവാനും അന്നത്തെ പ്രതിരോധ ആഭ്യന്തരമന്ത്രി നേരിട്ട് ശ്രമിച്ചില്ലേ, സുശീൽ കുമാർ ഷിൻഡെ. അത് മാത്രമാണോ? ആഗസ്റ്റ് 25 ചിദംബരം എന്താ പറഞ്ഞത്? അന്ന് പറഞ്ഞത് ദ സാഫ്രോൺ ടെറർ എന്നാണ് ചിദംബരം പറഞ്ഞത്. അപ്പോ മതത്തിന് പ്രശ്നമില്ല. അന്ന് ഹിന്ദു മതത്തെ, ഒരു കാവ്യയെ, സാഫ്രോനെ ഈ രാജ്യത്തിന്റെ തീവ്രവാദവുമായി ഡയറക്റ്റ് ബന്ധപ്പെടുത്തിയപ്പോ കോൺഗ്രസ്സുകാരന് പ്രശ്നമുണ്ടായിരുന്നില്ല. സാഫ്രോൺ ടെറർ എന്ന് പറഞ്ഞു. ദിഗ്വിജയ് സിംഗ് 26/11 പറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും അടുത്ത അനുയായി ആ കാലഘട്ടത്തിൽ അന്ന് എന്താ പറഞ്ഞത്? ഹിന്ദു ധർമ്മവാലെ ആതങ്കവാദി പക്കഡ് ഗയെ എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഈ കുറെ കാലങ്ങളായി ഇവർ നിരന്തരം ഏതെങ്കിലും തീവ്രവാദ പ്രവർത്തനം ഉണ്ടായാൽ അത് ഹിന്ദുക്കളുടെ തലയിലും RSSന്റെയും BJPയുടെയും തലയിൽ കെട്ടിവെച്ചുകൊണ്ട് ഒരു ഹിന്ദു മുസ്ലിം അരക്ഷിതാവസ്ഥതയും ഒരു കലാപവും ഉണ്ടാക്കാൻ ഇവർ നിരന്തരം ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഇന്നിവർ നിലകൊള്ളുന്നത് പാകിസ്ഥാന് വേണ്ടിയാണ്. എന്താണ് ഇത്തരത്തിലുള്ള അറ്റാക്ക് ഉണ്ടാക്കിയപ്പോഴത്തേക്ക് വാദ്ര പറഞ്ഞത്? The minority get uncomfortable. Hindus are making problem for all the Muslims. ഇതല്ലേ പറഞ്ഞത്? ഒരു പ്രധാനപ്പെട്ട നേതാവ് ഇങ്ങനെയൊക്കെ പറയാമോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് കോൺഗ്രസിന്റെ DNA-യിൽ ഈ നേതാക്കളിൽ കാര്യമായ ഇന്ത്യ വിരോധം, അത് BJPയോടുള്ള വിരോധം, മോഡിയോടുള്ള വിരോധം, തകർക്കാൻ പറ്റാത്ത അവർക്ക് കിട്ടുന്ന ജനപിന്തുണയിലുള്ള ഇവർക്കുള്ള അപകർഷതാബോധമോ അപക്വമായ രാഷ്ട്രീയ ബോധമോ ഇന്ന് കോൺഗ്രസിനെ പൂർണ്ണമായും പാകിസ്ഥാന്റെ വലയിലെത്തിച്ചിരിക്കുന്നു. ഇന്ത്യ വിരുദ്ധതയാണ് ഇവരുടെ ബ്ലഡിൽ, ഓരോ മുക്കിലും ഓരോ അംശത്തിലുമുള്ളത്, ഓരോ ബ്ലഡിന്റെ ഓരോ തരിയിലുമുള്ളത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. ഇന്നും രാജ്യവിരുദ്ധ പ്രവർത്തനം നിരന്തരമായി ഈ കഴിഞ്ഞ കുറെ കാലഘട്ടങ്ങളിൽ കോൺഗ്രസ് ചെയ്യുന്നതും അതിൽ കോൺഗ്രസ് നേതാക്കൾക്ക് യാതൊരു മടിയുമില്ലാതെ. ഇപ്പൊ നമുക്കറിയാം, ചൈനയുടെ നിന്ന് ഗിഫ്റ്റ് മേടിക്കുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തുർക്കിയിൽ പോയിട്ട് തുർക്കിക്കാരനെ പിടിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സെക്രട്ടറിയേറ്റ് വയ്ക്കുന്നു. ഇതെല്ലാം എത്ര നാളായി ഇവർ ചെയ്യുന്നു? ഒരു കാര്യം എന്നോട് ഒരു കൂട്ടുകാരൻ പറഞ്ഞതുപോലെ,
ഇവർ 100 വർഷത്തെ രാഷ്ട്രീയ ചരിത്രം പറയും. എന്നാൽ എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ സ്ഥാപക നേതാവിന്റെ ഫോട്ടോ പോലും സ്വന്തം കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസിൽ വെക്കുവാൻ ധൈര്യമില്ലാത്ത ഒരു പാർട്ടിയായി അധപ്പതിച്ചു പോയില്ലേ? ഇവർക്ക് എന്തുകൊണ്ട് അത് പറ്റുന്നില്ല? 100 വർഷത്തെ ചരിത്രം പറയും, എന്നാൽ എന്തുകൊണ്ട് സ്ഥാപക നേതാവിനെ വെക്കുന്നില്ല? ഗാന്ധിയും നെഹ്റുവും അല്ലല്ലോ സ്ഥാപിച്ചത്. അപ്പൊ ഇവർക്ക് തന്നെ അറിയാം, ഇവരുടെ സ്ഥാപകർ തൊട്ട് ഇന്ന് അവസാനം വന്ന ഒരു വിദേശിയായ നേതാവ് വരെ ഈ കോൺഗ്രസിനെ തകർക്കുന്നു ശ്രമിക്കുന്നു. കുറച്ചു കാലം സ്വാതന്ത്ര്യം കിട്ടുവാൻ ശ്രമിച്ചത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇന്ന് കോൺഗ്രസ് എത്തി നിൽക്കപ്പെടുന്നത്. അതിലേക്ക് നമ്മൾ ഒന്ന് വരേണ്ടതുണ്ട്. രാജ്യവിരുദ്ധത എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ DNA-യിൽ അലിഞ്ഞു ചേർത്തിരിക്കുന്ന ഘടകം തന്നെയാണ്. ഏറ്റവും ഒടുവിൽ നമ്മൾ സിംല കരാർ മുതൽ ഇങ്ങോട്ട് ഒന്ന് എടുത്തു നോക്കാം.